പാട്ടുകളിലൂടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ ബ്ലസ്സി സിസ്റ്റർ, അതുപോലെ ലീഡ് ചെയ്യുന്ന ബിജോയ് പാസ്റ്റർ, പ്രാർത്ഥിച്ച ബിന്ദു സിസ്റ്റർ, മറ്റെല്ലാവർക്കും ഇന്ന് ദൈവവചനം പഠിക്കുവാൻ കടന്നു വന്ന വിവിധ ഡിവൈസുകളിലൂടെ 20 ഡിവൈസുകളായി ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ഇന്ന് 9 മണിക്ക് മുമ്പ് തന്നെ നിർത്തും. കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പസമയം നീട്ടിയാണ് എടുത്തത്. അങ്ങനെ ഒരു പ്രത്യേക നിയോഗം ലഭിച്ച നിമിത്തമാണ്, അറിയിക്കപ്പെട്ട നിമിത്തമാണ് എടുത്തത്. അതുകൊണ്ട് ചിലരൊക്കെ ലാസ്റ്റ് പോയതായിട്ട് എനിക്ക് തോന്നി. ഇന്ന് നമ്മളതുകൊണ്ട് 9 മണിക്കിന് 1 മണിക്കൂറിനുള്ളിൽ നിർത്തും. അതുകൊണ്ട് ആരും ക്ലാസിന്റെ ഇടയ്ക്ക് ഇട്ട് പോകരുത്. നമുക്ക് പഠിക്കുന്നത് നമ്മുടെ ആത്മീയ വർധനവിനും നമ്മുടെ അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത് സർദീസിലെ സഭയുടെ ദൂതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനിടയായി തീർന്നു. ആർക്കെങ്കിലും ഒന്ന് ബിജോയ് പാസ്റ്ററോ ബിന്ദു സിസ്റ്ററോ ഒന്ന് പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ചത്, അഥവാ സർദീസ് സഭയെക്കുറിച്ച് ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മള് സർദീസ് സഭയുടെ ഇൻട്രഡക്ഷൻ പാർട്ട് പഠിച്ചായിരുന്നു വർഷങ്ങളെ. അതുപോലെ പ്രശംസ, വിമർശനം, പ്രബോധനം, മുന്നറിയിപ്പ്, അതുപോലെ വാഗ്ദാനം, ഏറ്റവും അവസാനം വാഗ്ദാനത്തെ കുറിച്ചും പഠിച്ചായിരുന്നു. നമ്മൾ ഒന്നുകൂടെ വിശദീകരിച്ച് പഠിക്കാമെന്ന് അന്ന് പറഞ്ഞു. ഒന്നുകൂടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ സർദീസിലെ സഭയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഞാൻ ഈ 7 സഭകളുടെ ചില വിശേഷത, ചില പദപ്രയോഗങ്ങളിലൂടെ പറയാൻ നിങ്ങളൊരു ബോക്സിനകത്ത് ഇതൊന്ന് കളക്ട് ചെയ്ത് എഴുതി വെക്കുക. 2-3 അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലുള്ള 7 സഭകളിൽ നമ്മൾ എത്രണ്ണം പഠിച്ചു? 4 പഠിച്ചു. 5-ാമത്തെ പഠിക്കാൻ തുടങ്ങി. ഇനി 6-7 ഉണ്ട്. അപ്പോൾ ഈ 7 സഭകളെ കുറിച്ചുള്ള ഒരു അവലോകനം ഒറ്റ പദപ്രയോഗങ്ങളിൽ അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താല്, ഒന്നാമത്തെ സഭ എഫെസോസ് സഭയല്ലേ? എഫെസോസ് സഭയിലെ ദൂതന്, അവരെ കുറിച്ച് ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്ന കെയർലെസ് ചർച്ച് എന്ന, ശ്രദ്ധയില്ലാത്ത സഭ, കെയർലെസ് ചർച്ച്. രണ്ടാമത്തെ സ്മുർണ സഭയാണല്ലോ. സ്മുർണ സഭയെ കുറിച്ച് പറയുന്നത് ക്രൗൺഡ് ചർച്ച്, കിരീടധാരിയായ സഭ. കിരീടധാരിയായ സഭ, ക്രൗൺഡ് ചർച്ച്. മൂന്നാമത്തെ കോംപ്രമൈസിങ് ചർച്ച്, മറ്റുള്ളവരോട് താതാത്മ്യം പ്രാപിക്കുന്ന സഭ, ലോകവുമായിട്ട് അല്പം ഇഴുകിച്ചേരുന്ന സ്വഭാവമുള്ള കോംപ്രമൈസിങ് ചർച്ച്. അത് പെർഗമോസ്. ലോകവുമായിട്ട് ഇഴുകിച്ചേരുന്നതിനെയാണ് കോംപ്രമൈസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. 4-മത്തത് തുയാഥൈരയാണല്ലോ. തുയാഥൈര, ദാറ്റ് ഈസ് കറപ്റ്റഡ് ചർച്ച്, മലിനപ്പെട്ടത്, മലിനപ്പെട്ട സഭ. CORRUPTED, കറപ്റ്റഡ് ചർച്ച്, തുയാഥൈര. 5-മത്തെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർദീസിലെ സഭ, ഫീബിൾ ചർച്ച് എന്ന് പറയും. ബലഹീനമായ സഭ, ശക്തിഹീനമായ സഭ. 6-മത്തത് ഫിലാദൽഫിയ, നമ്മളതും പഠിക്കും അല്പ മിനിറ്റുകൾ കഴിയുമ്പോൾ. ഫിലാദൽഫിയ സഭ, അത് ഫെയ്ത്ത്ഫുൾ ചർച്ച്, വിശ്വസ്തതയുള്ള സഭ. ഫെയ്ത്ത്ഫുൾ ചർച്ച്, വിശ്വസ്തതയുള്ള സഭ. 7-മത്തത് ലവോദിക്യ. ലവോദിക്യ സഭയെ കുറിച്ച് പറയുന്നത് ഫൂളിഷ് ചർച്ച്, ബുദ്ധിശൂന്യമായ സഭ.
ഇങ്ങനെയാണ് ഈ 7 സഭകളെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചാല് ഇതിൽ 2 സഭയെ കുറിച്ച് മാത്രമാണ് പൂർണ്ണമായിട്ട് പോസിറ്റീവായിട്ട് നല്ല സാക്ഷ്യം പറയുന്നത്. ആർക്കെങ്കിലും പറയാമോ ഏത് 2 സഭകളാണ്? സ്പിർണ സഭ, അതുപോലെ ഫിലദൽഫിയ സഭ. യെസ്, എല്ലാവരും നോട്ട് ചെയ്യണം. സ്മിർന സഭ, ക്രൗണ്ട് ചർച്ച് എന്ന് പറയുന്നത്, കിരീടധാരിയായ സഭ, അവരെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫിലദൽഫിയ സഭ, വിശ്വസ്തതയുള്ള ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ചർച്ച്. നമുക്ക് ഈ 2 സഭകൾക്ക് 100% മാർക്ക് കൊടുക്കത്തക്കോണം നല്ല മാതൃകയുള്ള സഭകളായിരുന്നു ഇവര്. ബാക്കിയുള്ളതൊക്കെ പല കാരണങ്ങളാൽ പല കുറവുകളും പല വിമർശനങ്ങളും ഏറ്റുവാങ്ങിയതാണ്. ഇന്നും ഇങ്ങനെയുള്ള ഈ സഭകൾ എന്ന് പറയുമ്പോൾ സഭയിലെ വിശ്വാസികളാണ്. വ്യക്തികളെ നോക്കിക്കൊണ്ടാ പറയുന്നത്. വ്യക്തികൾ കൂട്ടം കൂടുമ്പോഴാണല്ലോ സഭയാകുന്നത്, അല്ലേ? അപ്പോൾ വിശ്വാസികളുടെ സ്വഭാവ വിശേഷതയും കൂടെയാണ് ഇതിലൂടെ ഒക്കെ വെളിപ്പെടുത്തുന്നത്. സഭയെന്ന് പറഞ്ഞ് നമ്മൾ എഴുത്തള്ളരുത്. അത് ഓരോ വിശ്വാസികളുടെയും വിശ്വാസ കൂട്ടങ്ങളുടെ ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തെയും ദൈവത്തോടുള്ള മനോഭാവത്തെയൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ സർദീസ് സഭയെ കുറിച്ച് മുഖോര പറഞ്ഞു. അതിന്റെ ലൊക്കേഷനും സർദീസ് സഭയെ കുറിച്ചുള്ള അല്പ ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രശംസ, ഞാൻ സാധാരണ പറയുന്ന പോലുള്ള രീതിയിൽ ഒന്നുകൂടെ പറയാം. 1 മുഖൗര, ഇൻട്രൊഡക്ഷൻ. 2 പ്രശംസ. സർദീസിലെ സഭയെ കുറിച്ചുള്ള പ്രശംസ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ അവിടെയുണ്ട്, അല്ലേ? അതിന്റെ 1-ാം വാക്യത്തില്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടേ എങ്കിലും നീ മരിച്ചവനാകുന്നു. താഴോട്ട് വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യം, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. എന്നാൽ അവരുടെ വിമർശനം, സർദീസ് സഭയെ കുറിച്ചുള്ള വിമർശനമാണ്, ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകും. 1-ാമത്തെ വാക്യം. ഇത് നിങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധയിൽ അവലോകനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഇത് പറയുന്നു. അടുത്ത അവരുടെ പ്രബോധനം എന്താണ്? അവരെ കുറിച്ച് പ്രബോധിപ്പിക്കുന്നത്, ഉണർന്നുകൊള്ളുക, ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. രണ്ടാമത്തെ വാക്യം, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക. അതും കൂടെ ഒരു പ്രബോധനമാണ്. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത്, 3-ാം വാക്യം, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അടുത്ത മുന്നറിയിപ്പ്, വാർണിംഗ്. എന്താണ് മുന്നറിയിപ്പ്? നീ ഉണരാതിരുന്നാൽ, 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അതാണ് മുന്നറിയിപ്പ്. ഉണരാതിരുന്നാൽ ഇനി ഈ സഭയെക്കുറിച്ചുള്ള വാഗ്ദാനം അവസാനം കാണുന്നത് 5-ാമത്തെ വാക്യത്തിൽ, അല്ലേ? 1, ജയിക്കുന്നവന് ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. രണ്ട്, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുകയില്ല. രണ്ടാമത്തത്, പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല.
3, എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. എന്റെ പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും ജയിക്കുന്നവരുടെ പേർ ഏറ്റുപറയും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് വാഗ്ദത്തം അഥവാ വാഗ്ദാനമായി കൊടുത്തിരിക്കുന്നത്, എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഏകദേശം സർദീസ് സഭയോടുള്ള ഒരു ഔട്ട്ലൈൻ അവലോകനം, ഒരു വിശദീകരണം നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. നമുക്കൊന്ന് വായിക്കാം. 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക: ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. മതി. നമ്മൾ 1-ാമത്തെ വാക്യമാണ് നോക്കുന്നത്. ആദ്യം ഈ മുഖവുരയില് ദൂത് പറയുന്ന ദൈവത്തെക്കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച് പറയുന്നത്, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് ആരാണോ ആലോചന അറിയിക്കുന്നത് ആ വ്യക്തിയുടെ വിശേഷത, കർത്താവിന്റെ പ്രത്യേകത പറയുന്നത് ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രങ്ങളും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പം കർത്താവിനോട് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രങ്ങളും ഉള്ളതാണ്. അതിന് നമുക്കൊരു പക്ഷെ ഒരു സംശയം തോന്നാം, എന്താ ദൈവത്തിന് 7 ആത്മാവുണ്ടോ? സ്വാഭാവികമാ 7 ആത്മാവുണ്ടോ എന്നുള്ളത് ഒരു ചിന്ത വരും. ഇല്ല, ദൈവാത്മാവ് ഒന്നേ ഉള്ളൂ. ഞാൻ ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് തരാം. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് 7 ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണതയെ കാണിക്കുന്നു. 7 എന്ന സംഖ്യ പൂർണ്ണതയെ കാണിക്കുന്നതും അഥവാ തികവിനെ കാണിക്കുന്നു. പൂർണ്ണത അഥവാ തികവ്. നമുക്കൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേർഡ്സ് 4. എത്ര പാസ്റ്ററെ? 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. മതി. ഇവിടെ കണ്ടോ, എല്ലാം 1 1 1. അതിനകത്ത് ആത്മാവ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് വിട്ടുതരുന്നത്. പിന്നെ 7 ആത്മാവെന്ന് എന്താ പറഞ്ഞത് എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു ബേസിക് തോട്ട്, ഒരു ചിന്ത നമ്മുടെ അകത്ത് വരും. ആത്മാവ് 1, ദൈവാത്മാവ് 1. പിന്നെ ഇവിടെ 7 ആത്മാവ് എന്ന് പറയുന്നത് പൂർണ്ണതയെ, ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ ആ ഒരു വിഷയം വന്നാലോ, ദൈവീക നിറവിന്റെ, തികവിന്റെ, പൂർണ്ണതയുടെ അടയാളമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്, ദൈവാത്മാവിന്റെ വിശേഷത. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ 1-ഉം 2-ഉം വായിച്ചാട്ടെ. യെശയ്യാവ് 11-ന്റെ 1-2. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള യഹോവയുടെ അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്,
പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. മതി. അവന്റെ മേൽ യഹോവയുടെ ആത്മാവും ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ആ ദൈവാത്മാവിന്റെ ആത്മാവ് എന്നുള്ളതിന്റെ ദൈവാത്മാവെന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ആ ദൈവാത്മാവിന്റെ വിശേഷതയെ വീണ്ടും എടുത്തു പറയുമ്പോൾ 6 കാര്യങ്ങളൂടെ ചേർത്ത് പറയുന്നു. ദൈവ 1+6. അപ്പൊ അവിടെ നമ്മൾ 7 കാണുന്നു. എന്തൊക്കെയാ യഹോവയുടെ ആത്മാവിന്റെ പ്രത്യേകത? ജ്ഞാനത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, കൗൺസിൽ, മൈറ്റ്, നോളജ് ആൻഡ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഈ 6 കാര്യങ്ങൾ പറയുന്നത് ദൈവാത്മാവാണ്. അപ്പം ദൈവാത്മാവിന്റെ 1+6, ദൈവാത്മാവിന്റെ വിശേഷത, തികവ്, നിറവ്, പൂർണ്ണത, ഇതെല്ലാം ഒരേ ആത്മാവിന്റെ കാര്യമാണ്. ദൈവാത്മാവിന്റെ ഏകതയെ കാണിക്കുന്നു. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ ആത്മാവ് ഒന്നാണ്, അതിന് സംശയം വരരുത്. 7 ആത്മാവെന്ന് പറയുന്നത് ആ പൂർണ്ണതയെ കാണിക്കും. നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം തന്നെ 4-ാം അധ്യായം 5-ാം വാക്യവും 5-ാം അധ്യായം 6-ാം വാക്യവും ഒന്ന് എഴുതിയിട്ട് വായിക്കുക. റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 5 ആൻഡ് 5 വേഴ്സ് 6. 4-ന്റെ 5, 5-ന്റെ 6. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. 5-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണുമുണ്ട്. 7 ദൈവാത്മാക്കളായ 7 വിശേഷണങ്ങളാണ്, വർണ്ണനകളാണ്. ഇപ്പോൾ തന്നെ 7 ദൈവാത്മാക്കളായ കണ്ണുകൾ. ആ കംപ്ലീറ്റ്നെസ്, ദൈവത്തിന്റെ സർവശക്തിയും അതിന്റെ പൂർണ്ണതയുമാണ് ഇത് കാണിക്കുന്നത്. തികവിനെ, നിറവിനെ. അപ്പോൾ തികവും പൂർണ്ണതയും കാണിക്കുവാൻ 7 ആത്മാക്കൾ, 7 ദീപങ്ങൾ, 7 ആത്മാക്കളായ കണ്ണുകൾ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ കാണുന്നു. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ദൈവത്തിന്റെ 7 ആത്മാവ് എന്ന് പറയുമ്പോൾ 7 എന്നുള്ള കൺസെപ്റ്റ് ചിന്ത വരരുത്. ഒറ്റ ആത്മാവാണ്. 7 വിശേഷതകൾ, വർണ്ണന, തികവ്, പൂർണ്ണതയാണ്. രണ്ടാമത് 7 നക്ഷത്രവും. അത് നമ്മൾ 1-ാം അധ്യായത്തില് കർത്താവിന്റെ വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായപ്പോൾ 7 നക്ഷത്രം കയ്യിൽ പിടിച്ചുകൊണ്ട്. ആമേൻ. അതിന്റെ വിശേഷത ഞാൻ 1-18 നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ. ഒന്ന് വായിച്ചാട്ടെ. 1-18. ഏഴ് 1-20, 18 അല്ല 20. വെളിപ്പാട് 1-18 വായിക്കാനാണോ അവസ്ഥ? 18 അല്ല 20. എന്റെ വലങ്കൈ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മം 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അപ്പൊ സർദീസിലെ സഭയോട് പറയുന്ന കർത്താവിന്റെ വിശേഷത ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇനി എന്താണ് അരുളി ചെയ്യുന്നുള്ളതാണ് അടുത്തത്. ആമേൻ. അടുത്തത് നിനക്ക് അടുത്തത് വായിക്കാൻ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് കേട്ടോ. എന്താണ്? ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. പക്ഷെ നീ മരിച്ചവനാകുന്നു. ഇതാണ് സർദീസിലെ സഭയുടെ പ്രത്യേകത. പണ്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് വന്നതാണ്. അവരുടെ പാസ്റ്റ് ഗ്ലോറി, പഴയ മഹത്വത്തിലെ മഹിമയെ, പഴയ പാരമ്പര്യത്തെ പുകഴ്ത്തുന്നവരാ. പക്ഷെ ഇപ്പോൾ ആത്മീയ ചൈതന്യമില്ല. ഇവിടെ പറയുന്നത് ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകും.
അതുകൊണ്ട് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അതൊരു താക്കീതാണ്. എന്ത് ചെയ്യണം? ആമേൻ. ഉണർന്നുകൊള്ളുക. ചാവാറായ അഥവാ നിർജീവമായ മരവിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ജീവൻ അറ്റുപോയതുപോലെ മരിച്ചതുപോലുള്ള അവസ്ഥയിൽ നിന്ന് ഉണർന്നുകൊള്ളുക എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ജീവൻ വരുന്നത് ആത്മാവിലൂടെ ആണല്ലോ, അല്ലേ? അപ്പം ജീവൻ പകരുന്ന ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കുക. ദൈവാത്മാവിന്റെ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടാണ് നിർജീവമായി പോയത് എന്ന് കാണാൻ കഴിയുന്നു. ഒരു ഡെഡ്ലി മരിച്ചതുപോലുള്ള ഒരു സഭയാണ്. അതുകൊണ്ട് അതിന് ജീവൻ പുതുക്കിയെടുക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ 4:30. ആത്മാവ് ജീവൻ പകരണമെങ്കിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 2, 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ കെടുക്കരുത്. ഡു നോട്ട് ക്വഞ്ച്. കെടുക്കരുതെന്ന്. ക്വഞ്ച് QUENCH. ആത്മാവിനെ കെടുക്കരുത്. 3-മത്തത് എബ്രായർ 10:29. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത്. ദൈവാത്മാവിനെ നിന്ദിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് നിർജീവമായി പോകുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊരു പുതുജീവൻ പ്രാപിക്കണം. 3-മത്തെ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കുക. എബ്രായർ 10:29. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് മതി. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും. ദൈവാത്മാവിന്റെ വിശേഷത അവിടെ പറഞ്ഞ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത്. നിന്ദിക്കുന്നവർക്ക് എത്ര ശിക്ഷ കിട്ടുമെന്ന്. അപ്പം ജീവൻ അറ്റുപോകുന്നതിന്റെ, നിർജീവത്വത്തിലേക്ക്, ജീർണതയിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാര്യം ആത്മാവിനെ ദുഃഖിപ്പിക്കുക, ആത്മാവിനെ കെടുക്കുക, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. ഇങ്ങനെയുള്ള ചില പ്രക്രിയകളിലൂടെയാണ് ദൈവസഭകളിൽ നിന്ന് ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പുതുജീവൻ, ഒരു റിവൈവൽ, ഒരു സ്പിരിച്വൽ ലൈഫ് സഭയ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞതിന്റെ ചാവാറായ ശേഷിപ്പുകളെ ഒന്ന് ശക്തീകരിക്കുക, ആ നിർജീവത്വം വിട്ടുമാറുക, അല്ലെങ്കിൽ ആ ജീർണത വിട്ടുമാറാൻ ഈ സർദീസിലെ സഭയോട് പറയുന്നു. വ്യക്തമായി പറയുന്നുണ്ട്, യു ആർ ഡെഡ്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഉണർന്നുകൊള്ളുക എന്ന് പറയില്ലേ? ബി വാച്ച്ഫുൾ. നീ ഉണർന്നിരിക്കണം. ഉണരാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്കെന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം. ബി വാച്ച്ഫുൾ എന്നുള്ള ഒരു സൈഡ് പോയിന്റിലൂടെ നിങ്ങൾ എഴുതി. ബി വാച്ച്ഫുൾ സഭയോട് നൽകുന്ന മുന്നറിയിപ്പാണ്. അടുത്തത്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സ്ട്രെങ്തൻ ദ തിങ്സ് വിച്ച് റിമൈൻ ദാറ്റ് ആർ റെഡി ടു ഡൈ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ നമുക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് എഴുതാൻ അറിയാവുന്നവരെന്ന് എഴുതുക. സ്ട്രെങ്തൻ ദ തിങ്സ്. സ്ട്രെങ്തൻ ദ തിങ്സ് വിച്ച് റിമൈൻ ദാറ്റ് ആർ റെഡി ടു ഡൈ. ഇപ്പം മരിക്കും. ഒന്നുകൂടെ പറയാം. സ്ട്രെങ്തൻ ദ തിങ്സ് വിച്ച് റിമൈൻ ദാറ്റ് ആർ റെഡി ടു ഡൈ. മരണാസനമായിരിക്കുന്ന, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശേഷിപ്പിനെ ഒന്ന് ശക്തീകരിക്കുക, സ്ട്രെങ്തൻ ചെയ്യുക. അതാണ് സ്മുർന്നയിലെ സഭയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഉണർന്നുകൊള്ളുവാൻ അതുകൊണ്ടാണ് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ സഭയിലെ
ചിലരെ നോക്കിക്കൊണ്ട് പറയുന്ന ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവവചന പ്രകാരം ജീവിക്കുന്ന ചില ആൾക്കാര് സർദീസിലുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടുതൽ. അടുത്ത സർദീസിലെ സഭയുള്ള ബന്ധത്തിൽ നമ്മൾ ഈ വെള്ള വസ്ത്രം, വെള്ള ഉടുപ്പ്, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഉടുപ്പ് ജീവിതത്തെ കാണിക്കുന്നു. അത് മനുഷ്യ ജീവിതത്തെ, മനുഷ്യന്റെ സ്വഭാവ ജീവിത ശൈലിയെ കാണിക്കുന്നു. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. ജീവിതം അശുദ്ധമാക്കാത്ത ചിലർ പേർ അവിടെ ഉണ്ടെന്ന് പറയുന്നു. അവര് യോഗ്യന്മാരാണ്. അവരെ കുറിച്ച് പറയുന്നത്, അവർ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. വൈറ്റ് കളറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്കി, അവരുടെ വസ്ത്രത്തെ, അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അത് ശുദ്ധമായിരിക്കണം, നിർമ്മലമായിരിക്കണം ജീവിതം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വെള്ള സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ നോക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം ഈ ആദ്യം 7-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. യജമാനൻ അറിയുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മതി. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പാക്കുക. എന്തുകൊണ്ടാണ് അതിന്റെ അർത്ഥം എന്താ? നമുക്ക് മനസ്സിലായല്ലോ. കുഞ്ഞാടിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ തങ്ങളുടെ പാപക്കറകളെ, ജീവിതത്തിന്റെ മാലിന്യങ്ങളെ, ഒരു മിനിറ്റ്, ഓക്കെ. ഇവിടെ പറയുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി, കേൾക്കുന്നുണ്ടോ? ജീവിതം യേശുവിന്റെ രക്തത്താൽ പാപക്കറകൾ, മാലിന്യങ്ങൾ മാറ്റി തങ്ങളുടെ അങ്കി, വസ്ത്രം അഥവാ ജീവിതം അലക്കി വെളുപ്പിച്ചിരിക്കുന്നു, ശുദ്ധീകരിച്ചിരിക്കുന്നു. ഒരു പാട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്ന, പെട്ടെന്ന് ഓർമ്മ വരുന്നേ, കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധേ. ആരെങ്കിലും ഒരാൾ നാലൂരിന്ന് പാടാമോ? കുഞ്ഞാട്ടിൻ തീരൂരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, ഞാൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും, മഹത്വം രക്ഷക. മതി, സമയമില്ലാത്തതുകൊണ്ട്. അപ്പം കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി. താങ്ക് യു സിസ്റ്റർ, നല്ല ട്യൂണിൽ പാടി. അത് നല്ല, അങ്ങനെ സ്ലോയിൽ പാടുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ദൈവാത്മാവിന്റെ ആ നടത്തിപ്പ് നമുക്ക് മനസ്സിലാവും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം ഉണ്ടോ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായാലും ഞാൻ ഹിമം പോലെ, പഞ്ഞി പോലെ വെളുപ്പിക്കും. അപ്പോൾ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ജീവിതം അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഒന്നത്. രണ്ടാമത് 19-ാം അധ്യായം 7-ഉം 8-ഉം വാക്യം. വെളിപ്പാട് 19-ന്റെ 7-ഉം 8-ഉം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക,
കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. മതി മതി. നോക്കണേ, ഇവിടെ അവസാനം നമ്മൾ കേട്ടത് അവൾക്ക് ശുദ്ധവും, ദൈവസഭയെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ രക്തത്താൽ അങ്കി കഴുകി ശുദ്ധീകരിക്കപ്പെട്ട കർത്താവിന്റെ വിശുദ്ധ സഭയെ കുറിച്ചാണ് പറയുന്നത്, ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ, നിങ്ങൾ നോട്ട് ചെയ്യുക, വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം എന്താണ്? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരാം. 14, 15 വാക്യങ്ങൾ. 22-ന്റെ 14, 15. ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. മതി. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലക്കി ശുദ്ധീകരിക്കാത്തവരെ കുറിച്ചാ 15-ാമത്തെ വാക്യം. അവരുടെ വിശേഷത വായിച്ചാട്ടെ. 15-ാമത്തെ വാക്യം. യെസ്. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അതൊരു താക്കീതാണ്. ഇപ്പൊ നമ്മുടെ വസ്ത്രം അലക്കി ജീവിതം ശുദ്ധീകരിക്കപ്പെടുന്നവർ എന്തായിരിക്കും? ഭാഗ്യവാന്മാരാണെന്ന് 14-ാം വാക്യം വായിക്കുമ്പോൾ 15-ാം വാക്യം അല്ലാത്തതൊക്കെ അവിടെ ചില ലിസ്റ്റ്, പാരമ്പര്യം വിട്ട്, ജാതി വിട്ട്, ഓർത്തഡോക്സോ മർത്തോമയോ പിന്നെ ആർസിയോ ഹിന്ദുക്കളുടെയോ ഏത് ജാതികളുടെയോ ഏതെല്ലാം വിട്ടിട്ട് പുറത്തിറങ്ങി വന്നിട്ട് കുറച്ചാൾ കഴിയുമ്പം അത് വീണ്ടും ഛർദിച്ചത് വൊമിറ്റ് ചെയ്തത് വീണ്ടും തിന്നുന്നവരെ നായ്ക്കളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മൾ കർത്താവിന്റെ നാവ് നിമിത്തം എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എടുക്കാൻ പോകരുത്. ഹലോ, പ്രത്യേകതയുണ്ട്. അങ്ങനെയൊക്കെ പോയാൽ പുറത്താണെന്നേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ ഉപേക്ഷിച്ചത് കർത്താവിന്റെ ദൈവമക്കൾ എന്ന് പറയുന്ന ചുമ്മാതുള്ളതൊന്നും. ഇന്ന് ഒത്തിരി മലിനമാകപ്പെടുന്ന ആത്മീയ, ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് പ്രസംഗ രീതി അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞങ്ങ് വിടുക. അതുകൊണ്ട് ആമേൻ, ദൈവമക്കൾ തങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മടങ്ങി വരാം. സർദീസിലെ സഭയെ കുറിച്ച് പറയുന്നത്, അവർ 5-ാമത്തെ വാക്യം, അവർ യോഗ്യന്മാരാകയാൽ ആരാണ്? ഉടുപ്പ് മലിനമാകാത്ത ചിലർ. പ്രിയമുള്ളവരെ, നമ്മിലൂടെ ഒരു അത്ഭുത പ്രവൃത്തി നടന്നില്ലെങ്കിൽ 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. 4, 5 വായിക്കും. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. കണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് 4, 5 നോക്ക. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത, ഞാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവദാസീദാസന്മാരെ, വലിയ വീര്യപ്രവർത്തികളൊന്നും നമ്മളിലൂടെ നടന്നില്ലെങ്കിലും, വലിയ പ്രവാചകന്മാരോ പ്രവാചകിമാരോ വലിയ അപ്പോസ്തലന്മാരോ വലിയ ഉണർവ് പ്രസംഗകരോ വലിയ മീറ്റിങ്ങുകൾക്ക് ലീഡ് ചെയ്യാൻ അവസരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നമ്മളൊന്നും ആയില്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന ഉടുപ്പ്, സ്തോത്രം. അടുത്ത ലവദുക്യ വരുമ്പോൾ ഞാൻ ഇച്ചിരൂടെ വ്യക്തമായി പറയും. ഇന്നത്തെ സഭയുടെ ചിത്രം നമ്മൾ 7-ാമത്തെ സഭയെ കുറിച്ച് പഠിക്കുമ്പം അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ അതിനൊരു ആരംഭം കുറിക്കുക. ഇപ്പം നമ്മളൊന്നും വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ദൈവം ഉപയോഗിക്കുന്നെങ്കിലും ചെയ്യും, ദൈവഹിതമെങ്കിൽ നമ്മളെ അഭിഷേകം ചെയ്യും. ഇല്ലെങ്കിലും ദൈവത്തെ ഓർത്ത് ഉടുപ്പ് മലിനമാക്കല്ല. ഉടുപ്പ് മലിനമാക്കരുത് എന്ന് പറഞ്ഞാൽ ജീവിതം അശുദ്ധമാക്കരുത്, ജീവിതം മലിനപ്പെടരുത്. ആമേ.
എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിലുണ്ട്. അവരെ കുറിച്ച് പറയുന്നതാണ്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് ഇന്ന് ഇത് വെള്ള ധരിക്കുന്ന ജീവിതം കൊണ്ടാ. അപ്പൊ നല്ല അലക്കി വെളുപ്പിച്ചെന്ന് പറയുമ്പോൾ നമ്മളിപ്പം ചിലപ്പോൾ ഒരുപക്ഷെ വേറൊരു ഉടുപ്പിട്ടെന്ന് വന്നാലും അത് അലക്കി വെളുപ്പിച്ചാൽ നല്ല വെള്ള പോലെ, വെള്ളം വെച്ചാൽ ശുദ്ധമായിരിക്കും. പിന്നെ വെളിപ്പാട് പുസ്തകം നമ്മൾ വീണ്ടും ഇപ്പൊ വായിച്ച വാക്യങ്ങൾ വായിക്കുമ്പോൾ വെള്ള ഉടുപ്പ് തന്നെ, ആ വെള്ള വസ്ത്രം തന്നെയാണെന്ന് മനസ്സിലാകും. ഇന്നത്തെ ആത്മീയ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാല് വെള്ളയ്ക്ക് പകരം കറപ്പങ്ങിങ് കയറിക്കൊണ്ടിരിക്കുക. ഞാനൊരു ഉദാഹരണം പറയുക. ചിലരുടെ വസ്ത്രധാരണം കണ്ടാൽ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ സ്വഭാവത്തെ തിരിച്ചറിയാം. നമുക്ക് സാധാരണ വെള്ള ഉടുപ്പില്ല, വെള്ള സാരി കയ്യിലില്ല എങ്കിൽ നമ്മൾ ഉടുക്കുന്ന വസ്ത്രം ഒന്ന് തേച്ച് അലക്കി വെളുപ്പിച്ച് നല്ല രീതിയിൽ ഒന്ന് ഉടുത്തു വരുമ്പോൾ അതിൻ്റെതായ ഒരു നിർമ്മലതയും ശുദ്ധിയും ഉണ്ട്. ഇന്ന് അങ്ങനല്ല. ഇന്ന് പാട്ടുപാടാൻ വരും, നമ്മളാരെ അല്ല പറയുന്നത് ഞാൻ കേട്ടോ, ചില സ്റ്റേജുകളിൽ നമ്മൾ കാണുന്നുണ്ട് എവിടുന്നൊക്കെ ഏതെല്ലാം കോപ്രായങ്ങളാണ് ദൈവിക ശുശ്രൂഷകളിലേക്ക് പേക്കോലങ്ങളെന്നാ പറയുന്നത്. പിശാചിന്റെ ഉരുപ്പടികളാ അതിങ്ങോട്ട് വരുന്നത്. ചില വീഡിയോ പിടിക്കുന്നവന്മാരെ കണ്ട കല്യാണത്തിനും കൺവെൻഷനും ആണാന്നോ പെണ്ണാന്നോ എന്നറിയത്തില്ല, മുടിയൊക്കെ ഇങ്ങോട്ട് നീട്ടി വളർത്തി അതിനകത്ത് റിബണും ഒക്കെ അല്ലെങ്കിൽ റബ്ബർ ബാൻഡും ഒക്കെ കെട്ടി ദൈവം വിലക്കിയതൊക്കെ ചെയ്തുകൊണ്ട് വസ്ത്രത്തിന്റെ ആ ഒരു ഷർട്ട് ഇടാനായിട്ടുള്ള ഒരു മാന്യതയില്ല, അതിന് പകരം ടീഷർട്ട് ഇട്ടാൽ അത് കറുത്തത്, 2 പാൻറ്റിനകത്ത് കീറിപ്പറഞ്ഞതെന്ന് വെച്ചാൽ കീറിയതല്ല, അങ്ങനെ ഉള്ളതേ മേടിക്കത്തുള്ളൂ. എന്നിട്ട് ഇവരാണ് ആത്മീയ ശുശ്രൂഷകൾക്ക് മുൻപന്തി നിൽക്കുന്നത്. ഇത് കാണുന്ന പുതിയ കുഞ്ഞുങ്ങൾ നമ്മുടെ തലമുറകളെ വഷളത്വത്തിലേക്ക് അല്ലെങ്കിൽ ആ തെറ്റിൽ മാതൃകയാക്കാൻ എവിടെയാ പറ്റുന്നത്? ദൈവമക്കളെ, കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ വേദി എന്ന് പറയുന്നത് എന്തുവാ? കർത്താവിന്റെ യാഗപീഠം, ശുശ്രൂഷ അൾത്താര എന്നോ ആ വേദി, ഇന്ത്യയിൽ വേദി എന്ന് പറയും ഓൾട്ടർ, ആ ദൈവ സാന്നിധ്യം. അവിടെ അശുദ്ധനും കണ്ട പുകയിലെയും തമ്പാക്കും പിന്നെ പെണ്ണുപിടിയനും തെറ്റായി നടക്കുന്നവനും കള്ളുകൂടിയനും ഒന്നും കയറാൻ വ്യവസ്ഥയില്ല. ഇവിടെയൊക്കെയാണ് ഓരോരുത്തരുടെയൊക്കെ ആത്മീയ നിലവാരം തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ളവർക്ക് എൻട്രി കൊടുക്കരുതെന്ന്. നമ്മുടെ മക്കളുടെ കല്യാണം വരുമ്പോഴും നമ്മൾ വെക്കുന്ന ഒരു മീറ്റിങ്ങിലും ഒക്കെ ഇത് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക. ഞാൻ ഇന്നലെ ഇന്ന് ഞാനിത് ധ്യാനിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി, ഇന്ന് ആൾക്കാർക്ക് വെള്ളയോടങ്ങ് വെറുപ്പാ, വെള്ള വസ്ത്രത്തോട്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. അതിന്റെ റഫറൻസുമായി ബന്ധപ്പെട്ട 7:9 നമ്മൾ 7:9 വായിച്ചായിരുന്നോ? വായിച്ച് 7:9, 14, 19, 7, 8 വെളിപ്പാട് പുസ്തകം 22. 7:9 വായിച്ചില്ല പാസ്റ്റർ. ഒന്ന് വായിച്ചാട്ടെ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. മതി, കണ്ടോ? ഇവിടെ ഉണ്ട്. ആ റെഫറൻസ് ഞാൻ പറയാൻ വിട്ടുപോയി. 7:14 നമ്മൾ വായിച്ചായിരുന്നല്ലേ? 7:14 വായിച്ചു. 7:9, 7:14, പിന്നെ 19, 7, 8 ഓൾറെഡി വായിച്ചു. 19, 7, 8 വായിച്ചായിരുന്നോ? വായിച്ചു. ഓക്കെ. 22, 14, 15. ഓക്കെ, ഇവിടെ എല്ലാം ജയിക്കുന്നവന് വെള്ളയുടുപ്പ് കൊടുക്കുമെന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഓക്കെ, ദൈവം പറയുന്നത് സർദീസ് സഭയോട് ജയിക്കുന്നവന് വെള്ളയുടുപ്പ് കൊടുക്കും, അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. 3, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയില്ല. ഇവിടെ ജീവപുസ്തകം ഉദ്ദേശിക്കുന്ന സ്വർഗത്തിലെ രജിസ്റ്റർ. ദൈവം പറയുകയാ സർദീസിലെ സഭ
എന്തുകൊണ്ട് അങ്ങനെ പറയാൻ ഒരു കാരണം കൂടെ പറഞ്ഞാൽ മുന്നോട്ട് വരാം. ഇങ്ങനെ പോയാൽ പിന്നെ അടുത്ത സഭയിൽ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിലെ ഈ പൗരത്വ രജിസ്റ്റർ ഉണ്ടായിരുന്നു. സിറ്റിസൺഷിപ്പിന്റെ ഒരു രജിസ്റ്റർ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ റോമാ സാമ്രാജ്യത്തിലെ പൗരത്വ രജിസ്റ്റർ, ആ സിറ്റിസൺഷിപ്പിന്റെ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരെ കുറിച്ചും ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 25 മുതൽ 29 വരെ ഡോക്ടർ ലൂക്കോസ് അത് എഴുതുമ്പോൾ അവിടെ അത് വർണ്ണിച്ചിട്ടുണ്ട്. അത് പൗലോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അപ്പോസ്തല പ്രവൃത്തി 22-ന്റെ 25 മുതൽ 29 വരെ പിന്നീട് വായിച്ചാൽ മതി. ഓക്കെ. ഈ ഒരു റോമൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ലോകപ്രകാരം റോമൻ സാമ്രാജ്യത്തിൽ ഒരു രജിസ്റ്റർ ഉണ്ടെങ്കിൽ, സിറ്റിസൺഷിപ്പിന്റെ പൗരത്വ രജിസ്റ്റർ ഉണ്ടെങ്കിൽ, സർദീസിലെ സഭയോട് പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ ജീവപുസ്തകത്തിൽ, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. മതി. നമ്മൾ ഈ ഭാഗം വരുമ്പോൾ 20-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. എങ്കിലും ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം, അപ്പോൾ ജീവന്റെ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ജയിക്കുന്നവർ കൊടുക്കുന്ന പ്രതിഫലം ആണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ സർദീസിലെ സഭയുടെ വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് നമുക്ക് ഫിലാദൽഫിയ സഭയെ കുറിച്ച് കുറച്ച് പഠിക്കാം. 20 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഫിലദൽഫിയ, അടുത്തത് എത്രാമത്തെ? 6-ാമത്തെ സഭ, ഫിലദൽഫിയ സഭ. അത് ഒന്ന് വായിച്ചാട്ട് ഒരാള് 6-ാമത്തെ സഭയെ കുറിച്ച് 7 മുതൽ 13 വരെയാണ്. ഒന്ന് വായിക്കാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഇന്ന്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഞാൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ഇതാണ് ഫിലദൽഫിയ സഭയുടെ നല്ല ഒരു മോഡൽ സഭയാണ്, നല്ല ഒരു മാതൃകാ സഭ, വിശ്വസ്തതയുടെ പര്യായമായ സഭയാണ് ഫിലദൽഫിയ സഭ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന്റെ നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ, ഇത് ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ ഇതിന്റെ കാലഘട്ടം വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് AD 1750 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. ചരിത്രത്തിലൂടെ നോക്കിയാൽ 1750 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. ഓക്കെ, അതോട്ട് നിൽക്കട്ടെ. ഞാൻ ഓരോ കാര്യങ്ങൾ ഫിലദൽഫിയയെ കുറിച്ചും മറ്റു കാര്യങ്ങൾ പറയാം. പ്രാരംഭത്തില് അതിന്റെ മുഖവുര, ഇൻട്രൊഡക്ഷൻ നമുക്ക് പിന്നീട് നോക്കാം. രണ്ടാമത് പ്രശംസ,
വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അതാണ് പ്രശംസ. നമ്മൾ പിന്നീട് അത് പഠിക്കും. മൂന്നാമത്തത് വിമർശനം. ഈ ഫിലദൽഫിയ സഭയെ നിങ്ങൾ ശ്രദ്ധിച്ച്, അതിനെക്കുറിച്ച് ഒരു വിമർശനവും പറയുന്നില്ല, ഒരു കുറ്റവും പറയാനില്ല. ശ്രദ്ധിച്ച് വായിക്കണം. അവരെ മൊത്തം വായിക്കാൻ ഞാൻ പറഞ്ഞു. വിമർശിക്കപ്പെടാത്ത സഭ എന്ന് നമുക്ക് അതിനെ നാമകരണം ചെയ്യാം. നാലാമത് പ്രബോധനം. പ്രബോധനം എന്താണെന്നറിയാം? അവരൊക്കെ ഒരു എക്സോട്ടേഷൻ കൊടുക്കുന്നത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചു. സ്മുർണ സഭയെ പോലെ കുറിച്ച് പോലെ ക്രൗണ്ട് ചർച്ച് എന്നല്ലേ സ്മുർണയെ കുറിച്ച് പറയുന്നത്. നല്ലൊരു സഭയായിരുന്നു അതും. അതുപോലെ നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചോളൂ. അടുത്ത മുന്നറിയിപ്പ്, വാർണിംഗ്. ഇവിടെ ഒരു വാർണിംഗും കൊടുക്കുന്നില്ല. എന്നാൽ അവര് കുറെ മാതൃകയുള്ളവരും വിശ്വസ്തരുമായിരുന്നു. വാർണിംഗ് ഉണ്ടോ നോക്കണേ, ഇല്ല. പിന്നെ വാഗ്ദാനം, ചില വാഗ്ദാനങ്ങളുണ്ട്. സാത്താന്റെ പള്ളിക്കാരിൽ നിന്ന് ചിലർ വന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കുമെന്ന്. പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ചിലർ വിടുവിക്കപ്പെട്ട് ദൈവജനത്തോട് ചേരും എന്നുള്ളതാണ്. പിന്നെ ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ കാത്തുകൊള്ളും. അതാണ് അവർക്കുള്ള വാഗ്ദാനം. പിന്നെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ദൈവത്തിന്റെ നാമവും പുതിയ യെരൂശലേമിന്റെ നാമവും കർത്താവിന്റെ പുതിയ നാമവും അവരുടെ മേൽ എഴുതും. ഇത് നമ്മൾ ലാസ്റ്റ് സമയങ്ങളിൽ നോക്കാം. ഇനി നമുക്ക് ഇത്രയാണല്ലോ രൂപരേഖ, ഔട്ട്ലൈൻ. നമുക്ക് ഫിലദൽഫിയ നഗരത്തെ കുറിച്ച് നോക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളുള്ള ഫിലാദൽഫിയ. ഫിലാദൽഫിയ എന്ന പദത്തിന്റെ അർത്ഥം ആർക്കെങ്കിലും പറയാമോ? അറിയാവുന്നതാ? എന്നാലും അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ഓർമ്മയില്ല. ഇന്നോട്ട് മറക്കല്ലേ. ഫിലാദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം ബ്രദർലി ലവ് എന്ന, സഹോദര സ്നേഹം. സഹോദര സ്നേഹം. ഫിലാദൽഫസ് എന്നാണ് ആ പദം. PHI, ഇംഗ്ലീഷിലെ PHILADELPHUS, ഫിലാഡൽഫസ്. PHILADELPHUS, ഫിലാദൽഫസ്. ബ്രദർലി ലവ് അഥവാ സഹോദര സ്നേഹം അല്ലെങ്കിൽ സഹോദര പ്രീതി. നമുക്ക് അതിനെക്കുറിച്ച് ഒത്തിരി വാക്യങ്ങളുണ്ട് പുതിയ നിയമത്തില്. 2 വാക്യങ്ങളൊന്ന് നോക്കാം. 1 തെസ്സലോനിക്കർ 4:9-10. ഫസ്റ്റ് തെസ്സലോനിയൻസ് എഴുതിയിട്ട് വായിക്കുക. 2 വാക്യം ഒന്ന് എഴുതുക. 1 തെസ്സലോനിക്കർ 4:9-10. മറ്റൊരു വാക്യം 1 യോഹന്നാൻ 4:19. ഫസ്റ്റ് ജോൺ 4:19. ഇവിടെ സഹോദര പ്രീതി, സഹോദര സ്നേഹത്തെ കുറിച്ച് അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിലാദൽഫിയ എന്നുള്ളത് ഫിലാദൽഫോസ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. വായിച്ചോട്ടെ. 1 തെസ്സലോനിയർ 4:9-10. സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരേണം എന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടിൽ മതി. സഹോദര പ്രീതി, സഹോദര സ്നേഹം, ആ പദപ്രയോഗം ഫിലാദൽഫിയ എന്ന പദപ്രയോഗം കാണുന്നു. 1 യോഹന്നാൻ 4:19. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. കേട്ടോ, കർത്താവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും ദൈവത്തെ സ്നേഹിക്കുന്നു, സഹോദരങ്ങളെ സ്നേഹിക്കണം. അപ്പോൾ സഹോദര സ്നേഹം, സഹോദര പ്രീതി എന്നുള്ളതാണ് ഈ ഫിലാദൽഫസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഫിലാദൽഫിയ. ഇനി അതിന് വേറൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇതൊരു നഗരമാണ്. ഫിലാദൽഫിയ എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ്. ആ പട്ടണത്തിന് ഈ പേര് വന്നത്, ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് വായിക്കാം. ഫിലാദൽഫിയ റിസീവ്ഡ് ഇറ്റ്സ് നെയിം ഇൻ മെമ്മറി ഓഫ് അറ്റാലസ് സെക്കൻഡ്,
കിങ് ഓഫ് പെർഗമം, ഹു വാസ് കോൾഡ് ഫിലാദൽഫസ്, ലവർ ഓഫ് ഹിസ് ബ്രദർ. പ്രിയമുള്ളവരെ, നമുക്ക് നോക്കാം. സർദീസിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ, അതായത് 25 മൈൽ ദൂരമുള്ള തെക്ക് കിഴക്കായി കിടക്കുന്ന ഒരു നഗരമാണ് ഫിലാദൽഫിയ. ഇപ്പോൾ പഠിച്ച സർദീസിൽ നിന്ന് 45 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 25 മൈലുകൾ തെക്ക് കിഴക്കായിട്ട് കിടക്കുന്ന ഒരു നഗരമാണ്. BC 2-ാം ശതകത്തിൽ, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയാൻ പോവാ, ഫിലദൽഫിയ എന്നുള്ള പേര് വരാൻ കാര്യം. BC എഴുതിയാട്ടെ. BC 2-ാം ശതകത്തിൽ, 2-ാം നൂറ്റാണ്ടിൽ പെർഗമം രാജാവായിരുന്ന അറ്റാലസ്, ഇംഗ്ലീഷിൽ ATTALUS, സെക്കൻഡ്, അറ്റാലസ് രണ്ടാമൻ, അയാളുടെ കാലഘട്ടം പറയാം. BC 159 മുതൽ 138 വരെ. BC 159 മുതൽ 138 വരെ. അപ്പോൾ BC 2-ാം ശതകത്തിൽ പെർഗമം രാജാവായിരുന്ന അറ്റാലസ് രണ്ടാമൻ തന്റെ സഹോദരനായ ഫിലാദൽഫസ്, PHILADLPHUS, ഫിലാദൽഫസ് എന്ന അദ്ദേഹത്തിന്റെ വേറൊരു പേരുണ്ട്, ഇയൂമെനസ്. ബ്രാക്കറ്റിൽ എഴുതാം ഇയൂമെനസ് രണ്ടാമൻ, EUMENES, ഇയൂമെനസ് സെക്കൻഡ് എന്ന പേരും അദ്ദേഹത്തിനുണ്ട്. അത് ഈ അറ്റാലസ് രണ്ടാമന്റെ സഹോദരനാണ്. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി, ആ സഹോദര സ്നേഹത്തിൽ പണിതിരുന്ന അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി, യൂമനസിനോടുള്ള സ്നേഹവായ്പിനാൽ അവന്റെ സ്മരണയ്ക്കായി പണിതതായിരുന്നു ഈ പട്ടണം. ഏത് പട്ടണം? ഫിലാദൽഫസിന്റെ ഓർമ്മയ്ക്കായി പണിത പട്ടണമാണ് ഫിലാദൽഫിയ. ഏകദേശം ആ വാക്കുകൊണ്ട് പോലും സഹോദര സ്നേഹം അവിടെ നെടിലിച്ചു കാണുന്നു. അടുത്തത്, ഇവിടെ ധാരാളമായി മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അതുകൊണ്ട് വീഞ്ഞുൽപാദനം സമൃദ്ധിയായി നടന്നിരുന്നു. കൂടാതെ ഈ നഗരത്തിൽ തുകൽ ഉൽപാദനങ്ങളും തുണി ഉൽപാദനവും ധാരാളമായിട്ടുണ്ടായിരുന്നു. തുകൽ ഉൽപാദനം, അതോടുകൂടെ തുണി ഉൽപാദനം. വാണിജ്യപരമായി വളർന്നിരുന്ന ഒരു നഗരമായിരുന്നു ഇത്. കൊമേഴ്സ്യൽ സിറ്റി ആയിരുന്നു, ബിസിനസ് സിറ്റി. വാണിജ്യപരമായി വളരെ വളർന്നിരുന്നു. കാരണം തുറമുഖ നഗരങ്ങളിലേക്കുള്ള റോഡുകൾ ഈ പട്ടണത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് ഭൂമിശാസ്ത്രപരമായ കാര്യം നമ്മൾ നോക്കുക. തുറമുഖ നഗരങ്ങളിലേക്കുള്ള റോഡുകൾ, പാതകൾ ഈ പട്ടണത്തിലൂടെയാണ് പോയിരുന്നത്. കൂടാതെ ഗ്രീക്ക് കുടിയേറ്റക്കാർ, യവനായ കുടിയേറ്റക്കാർ ഇവിടെ കോളനികൾ സ്ഥാപിച്ച് ജീവിച്ചിരുന്നു. ഗ്രീക്ക് കുടിയേറ്റക്കാരും ഇവിടെ വീടുകൾ പണിത് കോളനികൾ ഉണ്ടാക്കി പാർത്തിരുന്നു. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സാഹിത്യവും ഇവിടെയുള്ള ജനത്തെ സ്വാധീനിച്ചിരുന്നു.
ഇതിന് മറ്റൊരു പേരുണ്ട്, ഭൂകമ്പ നിർഭര നഗരം. ഭൂകമ്പ നിർഭര നഗരം. സ്ട്രാബോ എന്ന ഒരു വേദപണ്ഡിതൻ അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്ട്രാബോ, ഭൂകമ്പ നിർഭര നഗരം. അതിനെക്കുറിച്ച് പറയാം. ഒരിക്കൽ ഭൂമി കുലുക്കത്തിൽ നാമാവശേഷമായ ഈ നഗരം തിബിരിയാസ് കൈസർ രണ്ടാമത് പുതുക്കിപ്പടുത്തു. ഈ പേര് വന്ന വഴിയാണ് പറയാൻ പോകുന്നത്. ആദ്യം ഫിലാദൽഫിയ എന്ന പേര് തന്നെ ആയിരുന്നു. എന്നാൽ പിന്നീട് റോമൻ രാജാവ് നിയോ കൈസർ തിബിരിയാസ് രണ്ടാമൻ പുതുക്കി പണിതിട്ട് ഇതിന് കൊടുത്ത പേര് നിയോ കൈസരിയ. നിയോ കൈസരിയ. ഇച്ചിരി ചരിത്ര കാര്യങ്ങൾ കൂടെ നമ്മൾ അറിയുന്ന നല്ലതായിരിക്കും. പിന്നീട് വെസ്പേഷ്യൻ ചക്രവർത്തി, റോമൻ ചക്രവർത്തിയായ വെസ്പേഷ്യൻ ചക്രവർത്തി സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബ പേരായ ഫ്ലേവിയ എന്ന പേരിട്ടു ഈ നഗരത്തിന്, ഫ്ലേവിയ. അപ്പോൾ തിബിരിയാസ് രണ്ടാമൻ ഇട്ടത് നിയോ കൈസരിയ. അത് കഴിഞ്ഞ് വെസ്പേഷ്യൻ ചക്രവർത്തി ആയപ്പോൾ തന്റെ കുടുംബ പേരായ ഫ്ലേവിയ എന്ന പേര് ഈ നഗരത്തിന് ഇട്ടു. എന്നാൽ കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ, ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ പേരായ ഫിലാദൽഫിയ തന്നെ ഈ പട്ടണത്തിന് വീണ്ടും ലഭിച്ചു. അതുകൊണ്ടാണ് ഇതിന്റെ അവസാനത്തില് ജയിക്കുന്നവനെ കുറിച്ച് പറയുമ്പോൾ, 12ാമത്തെ വാക്യം പറയുമ്പോൾ, ജയിക്കുന്നവൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് ദൈവത്തിന്റെ നാമവും അവന്റെ ദൈവത്തിന്റെ പക്കലുള്ള സ്വർഗത്തിൽ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും കൂടെ പേരുകൾ ഇവിടെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അത് ഈ കാരണത്താലാണ്. മനസ്സിലായോ? ഫിലാദൽഫിയ സഭയ്ക്ക് പല പേരുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുത്തൻ പേരുകൾ കേട്ട് തഴമ്പിച്ച ഫിലാദൽഫ്യക്കാരോട് കർത്താവ് പറയുന്നത്, എന്റെ പുതിയ നാമം ഞാൻ നിന്റെ മേൽ വെക്കും. 12ാമത്തെ വാക്യം. പഴയ പേരുകൾ കേട്ട് പരിചയപ്പെട്ട അറിയപ്പെടുന്ന ഇവർക്ക് ദൈവം പറയുകയാണ്, ഇപ്പൊ ദൈവം കോണ്ടസ്റ്റുലായിട്ട് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ നഗരപരമായ വിഷയവുമായി ബന്ധപ്പെട്ട ദൂതാണ് ഫിലദൽഫിയ സഭയോട് പറയുന്നത്. എന്റെ പുതിയ നാമം ഞാൻ അവന്റെ മേൽ വെക്കും. 12ാമത്തെ വാക്യം വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുന്നു. ഇന്ന് ടുഡേയ്സ് കണ്ടീഷൻ, ഇന്ന് ഈ ഫിലാദൽഫിയ തുർക്കികളുടെ പട്ടണമാണ്. ഇന്നത്തെ സ്റ്റാൻഡ് നോക്കിയാൽ തുർക്കികളുടെ പട്ടണമാണിത്. ഇന്നത്തെ പേര് അള്ളാഷേർ എന്നാണ്. അള്ളാഷേർ, കോമയിലിട്ടണേ അല്ലെങ്കിൽ ബോക്സിലിടണം. ഇന്നത്തെ പേര് അള്ളാഷേർ. അള്ളാഷേർ എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ നഗരം, അള്ളായുടെ നഗരം. അള്ളാഷേർ, ദൈവത്തിന്റെ നഗരം എന്നാണ് ഇന്നത്തെ പേര്. ഇന്നത്തെ പ്രത്യേകത, അതിമനോഹരമായ സ്ഥലമായി ഇത് ഇന്നും നിലകൊള്ളുന്നു. മറ്റേ പല സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊക്കെ നാമാവശേഷമായി സൃഷ്ടിച്ചു പോയി, നാമകരണപ്പെട്ടു. എന്നാൽ ഇത് ഫിലദൽഫിയ ഇന്നും അതിമനോഹരമായ ഒരു സ്ഥലമായി നിലകൊള്ളുന്നു. ഉദ്യാനങ്ങളും ഗാർഡനും മുന്തിരിത്തോട്ടങ്ങളും ഈ നഗരത്തിന് ചുറ്റും നമുക്ക് കാണാം. ഈ നഗരത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണേ. 5 വലിയ ക്രിസ്ത്യൻ പള്ളികൾ ഇവിടെ ഉണ്ട്. 5 വലിയ ക്രിസ്ത്യൻ പള്ളികളും മറ്റ് 20 ചെറിയ പള്ളികളും ഈ നഗരത്തിൽ തന്നെ ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വളർച്ചയുടെ, ക്രിസ്ത്യാനിറ്റിയുടെ സ്വാധീനം അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ തന്നെ 6 മുസ്ലിം പള്ളികളും ഉണ്ട് ഈ ചെറിയ നഗരത്തിൽ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദൂത് നൽകുന്ന കർത്താവിന്റെ സവിശേഷത. നമ്മളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വന്നത്.
ഫിലദൽഫിയ സഭയുടെ ദൂതിന് പറയുമ്പോൾ വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്ത് അരുളി ചെയ്ത്. അത് കർത്താവിന്റെ വിശേഷത. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒത്തിരി അല്പം ആഴമായി പഠിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം വിശുദ്ധനാണ്, ദൈവം സത്യവാനാണ്. മൂന്നാമത്തെ പ്രത്യേകത, ദൈവത്തെ കുറിച്ച് പറയുന്നത് ദാവീദിന്റെ താക്കോലുള്ളവൻ. അപ്പൊ അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഗോഡ് ബ്ലെസ് യു. ഓവർ ടു ബിജോയ് പാസ്റ്റർ.